എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 ജിയോഗ്രഫിയിലെ ഭൂമിയുടെ ഉള്ളറ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ പാഠഭാഗം ഫുള്ള് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അധ്യായം 1, 2, 3 എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഭൂകമ്പം എന്ന ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിക്കുള്ളിൽ ഊർജ്ജം വിമുക്തമാക്കുന്ന പ്രാരംഭ കേന്ദ്രം ഏതാണ്? ഭൂമിക്കുള്ളിൽ ഊർജ്ജം വിമുക്തമാക്കുന്ന പ്രാരംഭ കേന്ദ്രം ഏതാണ്? ഉത്തരം ഹൈപ്പോസെൻറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോക്കസിന് തൊട്ട് മുകളിലായി ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദു ഏത്? എപ്പിസെന്റർ അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സീസ്മോഗ്രാഫ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങളുടെ റെക്കോർഡിങ്ങിനെ പറയുന്ന പേരെന്ത്? സീസ്മോഗ്രാം എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തിൽ വിമുക്തമാക്കപ്പെടുന്ന ഊർജത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന സ്കെയിൽ ഏത്? റിക്ടർ സ്കെയിൽ ആണ്. അതിന്റെ പരിധി എന്ന് വെച്ചാൽ 0 മുതൽ 10 വരെ. 0 to 10. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തിന്റെ നാശനഷ്ടങ്ങളുടെ തീവ്രത അളക്കുന്ന സ്കെയിൽ ഏതാണ്? മെക്കാലി സ്കെയിൽ. അതിന്റെ പരിധി 1 to 12. നമ്മൾ ഇതെല്ലാം പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉൾപ്പെടാത്ത കുറച്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ആ പാഠഭാഗം കാണുമ്പോഴും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന്. അങ്ങനെ വെച്ചിട്ടാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യനുകൾ മാക്സിമം ക്വസ്റ്റ്യനുകൾ എടുത്തിട്ടുണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠന ശാഖ ഏതാണ്? അതിന് സീസ്മോളജി എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഏവ? അതിന് P തരംഗങ്ങൾ എന്നാണ്. അതിന് P തരംഗങ്ങളും S തരംഗങ്ങളുമാണ് ഉള്ളത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞായിരുന്നു. പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഹരം, ദ്രാവകം, വാതകം എന്നീ 3 മാധ്യമങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗങ്ങൾ ഏത്? P തരംഗങ്ങൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഖരപദാർത്ഥങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഭൂകമ്പ തരംഗം ഏത്? S തരംഗങ്ങളാണ്. മറ്റേ P തരംഗങ്ങളെ പ്രൈമറി വേവ്സും S തരംഗങ്ങളെ സെക്കൻഡറി വേവ്സും എന്നാണ് വിളിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പുറക്കാമ്പ് ദ്രാവക രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിച്ച തരംഗം ഏത്? S തരംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ദ്രാവകത്തിലൂടെ സഞ്ചരിക്കില്ല എന്ന സവിശേഷത മൂലമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ ഏവ? സർഫസ് വേവ്സ്, അത് ഉപരിതല തരംഗങ്ങളാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ ഏവ? ഉപരിതല തരംഗങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, P തരംഗങ്ങളുടെയും S തരംഗങ്ങളുടെയും നിഴൽ മേഖലയായി അനുഭവപ്പെടുന്ന പ്രദേശം ഏത്? എപ്പി സെന്ററിൽ നിന്ന് 105 ഡിഗ്രിയിലും 145 ഡിഗ്രിക്കും ഇടയിലുള്ളതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, S തരംഗങ്ങളുടെ മാത്രം നിഴൽ മേഖല ഏതാണ്? എപ്പി സെന്ററിൽ നിന്ന് 105 ഡിഗ്രിക്ക് അപ്പുറത്തുള്ള പ്രദേശം മുഴുവൻ. S തരംഗങ്ങളുടെ മാത്രം നിഴൽ മേഖല. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്ന പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂതലത്തിന്റെ എത്ര ശതമാനത്തോളമാണ് S തരംഗങ്ങളുടെ നിഴൽമേഖല വരുന്നത്? 40%-ലധികം. 16ാമത്തെ ക്വസ്റ്റ്യൻ, തീവ്രമായ ഖനന പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് കൊളാപ്സ് ഭൂകമ്പങ്ങളാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, വൻകിട അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് റിസർവോയർ ഇൻഡ്യൂസ്ഡ് ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ജനസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നതിന് മലയാളം ജനസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ എന്നാണ്. അതിനെ റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് എന്നും പറയുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, പാറകൾക്കിടയിൽ പിളർപ്പുകൾ ഉണ്ടാകുന്ന വിടവുകളെ പറയുന്ന പേരെന്ത്? വരിമ്പുകൾ അല്ലെങ്കിൽ ഫോൾസ്. അതും കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തായിരുന്നു. വരിമ്പുകൾ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, സീസ്മോഗ്രാഫിൽ അവസാനമായി രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ ഏവ? ഉപരിതല തരംഗങ്ങളാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദ തരംഗങ്ങൾക്ക് സമാനമായി സഞ്ചരിക്കുന്ന ഭൂകമ്പ തരംഗം ഏതാണ്? P തരംഗങ്ങളാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, തരംഗ പ്രസരണ ദിശയ്ക്ക് സമാന്തരമായി പദാർത്ഥങ്ങൾക്ക് മർദ്ദം ചെലുത്തുന്ന തരംഗം ഏതാണ്? P തരംഗങ്ങളാണ്.
22ാമത്തെ ക്വസ്റ്റ്യൻ, തരംഗ പ്രസരണ ദിശയ്ക്ക് ലംബമായി പ്രകമ്പനം കൊള്ളുന്ന തരംഗം ഏത്? എസ് തരംഗങ്ങൾ. 23ാമത്തെ ക്വസ്റ്റ്യൻ, റിക്ടർ സ്കെയിലിന്റെ അളവുകോൽ പരിധി എത്ര മുതൽ എത്ര വരെയാണ്? 0 മുതൽ 10 വരെയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, മെക്കാലി സ്കെയിലിന്റെ ആഘാത പരിധി എത്ര മുതൽ എത്ര വരെയാണ്? 1 മുതൽ 12 വരെയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, പാറകൾ തെന്നിമാറുന്നത് മൂലം സാധാരണ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. 26ാമത്തെ ക്വസ്റ്റ്യൻ, രാസ ആണവ സ്ഫോടനങ്ങൾ മൂലം ഉണ്ടാകുന്ന ഭൗമചലനങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എക്സ്പ്ലോഷൻ ഭൂകമ്പങ്ങൾ. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങൾ സീസ്മോഗ്രാഫിൽ തീർത്തും രേഖപ്പെടുത്താത്ത പ്രദേശങ്ങളെ വിളിക്കുന്ന പേരെന്ത്? നിഴൽ മേഖലകൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ, എസ് തരംഗങ്ങളുടെ നിഴൽ മേഖല ഭൂതലത്തിന്റെ എത്ര ശതമാനത്തിലധികമാണ് വരുന്നത്? 40%. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പം മൂലം കടലിൽ ഉണ്ടാകുന്ന ഭീമാകാരമായ തിരമാലകളെ വിളിക്കുന്ന പേരെന്താണ്? സുനാമി. സുനാമി എന്ന് വെച്ചാൽ അത് ജപ്പാൻ ഭാഷയാണ്. സുനാമി ഓർത്ത് വെച്ചിരിക്കുക. സുനാമി ജപ്പാൻ ലാംഗ്വേജ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്ന ഭൗമമണ്ഡലം ഏതാണ്? ലിത്തോസ്ഫിയർ. സുനാമി എന്ന് വെച്ചാൽ ജാപ്പനീസ് ലാംഗ്വേജ് ആണ്. ലിത്തോസ്ഫിയർ. ഭൂകമ്പ തരംഗങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്ന ഭൗമമണ്ഡലം ലിത്തോസ്ഫിയർ ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പുറക്കാമ്പ് ദ്രാവാവസ്ഥയിലാണെന്ന് തെളിയിക്കാൻ സഹായിച്ച തരംഗം? എസ് തരംഗങ്ങൾ. അത് നമ്മൾ പറഞ്ഞായിരുന്നു. എസ് തരംഗങ്ങൾ. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിക്കുന്ന ചോദ്യം. ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പി തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങൾക്ക് സമാനമായി സഞ്ചരിക്കുന്നു. കറക്റ്റ് ആണ്. എസ് തരംഗങ്ങൾ ദ്രാവാവസ്ഥയിലൂടെയും വാതകാവസ്ഥയിലും സഞ്ചരിക്കില്ല. കറക്റ്റ് ആണ്. ഉപരിതല തരംഗങ്ങളാണ് ഏറ്റവും അവസാനം സീസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തുന്നത്. കറക്റ്റ് ആണ്. അന്നേരം 1, 2, 3 എല്ലാം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തിന്റെ നിഴൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? നിഴൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? എപ്പി സെന്ററിൽ നിന്ന് 105 ഡിഗ്രി മുതൽ 145 ഡിഗ്രി വരെയുള്ള പ്രദേശം പി തരംഗങ്ങളുടെ നിഴൽമേഖല. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. കറക്റ്റ് ആണ്. എസ് തരംഗങ്ങളുടെ നിഴൽമേഖല എപ്പി സെന്ററിൽ 105 ഡിഗ്രിക്ക് അപ്പുറമുള്ള പ്രദേശമാണ്. കറക്റ്റ് ആണ്. പി തരംഗങ്ങളുടെ നിഴൽമേഖലകൾ പി തരംഗങ്ങളുടെ നിഴൽമേഖലയേക്കാൾ വിസ്തൃതിയുള്ളതാണ് എസ് തരംഗങ്ങളുടെ നിഴൽമേഖല. കറക്റ്റ് ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. നോക്കി വെച്ചിരിക്കുക. 37ാം ക്വസ്റ്റ്യൻ, ഭൂകമ്പ അളവുകോലുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതാ? ഇതിൽ ശരിയായവ ഏതാണ്? റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ അത് റിക്ടർ സ്കെയിൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. റിക്ടർ സ്കെയിലിന്റെ മാഗ്നിറ്റ്യൂഡ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത മെക്കാലി സ്കെയിൽ ഭൂകമ്പം ഉണ്ടാകുന്ന ആഘാതത്തെയും നാശനഷ്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ശരിയാണ്. റിക്ടർ സ്കെയിലിന്റെ പരിധി 0 മുതൽ 10 വരെ. മെക്കാലി സ്കെയിലിൻ്റെത് 1 to 12. അത് ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വിവിധ തരം ഭൂകമ്പങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കുക. ഇപ്പം പാറകൾ വരിമ്പുകളിലൂടെ തെന്നിമാറുന്നത് മൂലം സാധാരണ ഉണ്ടാകുന്നതാണ് ടെക്ടോണിക് ഭൂകമ്പം. കറക്റ്റ് ആണ്. ഖനന മേഖലകളിൽ ഭൂമിക്കടിയിൽ മേൽക്കൂരകൾ തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്നതാണ് കൊലാപ്സ് ഭൂകമ്പങ്ങൾ. ഖനന മേഖലകളിൽ ഭൂമിക്കടിയിലെ മേൽക്കൂരകൾ
ഖനന മേഖലകളിലെ ഭൂമിക്കടിയിലെ മേൽക്കൂരകൾ തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്നതാണ് കൊളാപ്സ് ഭൂകമ്പം. കറക്റ്റാണ്. വൻകിട അണക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ വോൾക്കാനിക് ഭൂകമ്പം തെറ്റാണ്. കാരണം വെച്ചാൽ നമ്മളറിയാലോ റിസർവോയർ ഇൻഡ്യൂസ്ഡ് ഭൂകമ്പങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജലസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ എന്നാണ് പറയുന്നത്. വൻകിട അണക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ വോൾക്കാനിക് ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. വോൾക്കാനിക് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് വോൾക്കാനിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി അണക്കെട്ടുകൾ ഉണ്ടാകുന്ന റിസർവോയർ ഇൻഡ്യൂസ്ഡ് ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ജലസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ എന്നാണ് പറയുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങളുടെ ചലനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏവ? പി തരംഗങ്ങൾ സഞ്ചരിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ ചലനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏവ? പി തരംഗങ്ങൾ സഞ്ചരിക്കുന്ന മാധ്യമത്തിലെ പദാർത്ഥങ്ങൾക്ക് തരംഗദിശയിൽ ലംബമായിട്ട് ചലിപ്പിക്കും. ലംബമല്ല, ഒരിക്കലും ലംബമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ് സമാന്തരമായി പാരലായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ലംബമല്ല, അത് തെറ്റാണ്. എസ് തരംഗങ്ങൾ സഞ്ചരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഉന്നതികളും ഗർത്തങ്ങളും സൃഷ്ടിക്കുന്നു. കറക്റ്റാണ്. ഉപരിതല തരംഗങ്ങളെ ഏറ്റവും വിനാശകാരിയായ തരംഗങ്ങൾ. കറക്റ്റാണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂമിയുടെ ഘടന കുറിച്ചാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നമ്മൾ പാഠഭാഗങ്ങൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ ഇനി ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇത്. ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും ഏറ്റവും കട്ടി കുറഞ്ഞതുമായ പാളി ഏതാണ്? ഭൂവൽക്കം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിന്റെ ശരാശരി കട്ടി എത്രയാണ്? ഏകദേശം 30 കിലോമീറ്റർ ആണ്. സമുദ്ര അടിത്തട്ടിലെ ഭൂവൽക്കത്തിന്റെ ശരാശരി കട്ടി എത്രയാണ്? ഏകദേശം 5 കിലോമീറ്റർ. ഭൂവൽക്കത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ ആഴം വരെയാണ് മാന്റിൽ സ്ഥിതി ചെയ്യുന്നത്? 2900 കിലോമീറ്റർ. മാന്റിലിന്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും അർദ്ധദ്രാവാവസ്ഥയിലുള്ളതുമായ മേഖല ഏതാണ്? അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന്റെ ശരാശരി ആഴം എത്ര കിലോമീറ്റർ വരെയാണ്? 400 കിലോമീറ്റർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്യാം. ഭൂവൽക്കവും ഉപരിമാന്റിലും ചേർന്ന മണ്ഡലത്തിന് പറയുന്ന പേരെന്താണ്? ലിത്തോസ്ഫിയർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിത്തോസ്ഫിയറിന്റെ പരിധി എത്രയാണ്? 10 മുതൽ 200 കിലോമീറ്റർ വരെ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ പാളിയായ കോർ അറിയപ്പെടുന്ന പേരെന്ത്? നിഫെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമ്മൾ കുറേ വട്ടം പറഞ്ഞാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ ഏത് ഭൗതികാവസ്ഥയിൽ കാണപ്പെടുന്നത്? ദ്രാവകാവസ്ഥയിൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഇന്നർ കോർ ഏത് ഭൗതികാവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിൽ. സമുദ്ര ഭൂവൽക്കത്തിലെ പാറകളുടെ ശരാശരി സാന്ദ്രത എത്രയാണ്? 3 ഗ്രാം/സെന്റിമീറ്റർ ക്യൂബ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, മാന്റിലും കോറും തമ്മിൽ കണ്ടുമുട്ടുന്ന അതിർത്തിയിലെ സാന്ദ്രത എത്രയാണ്? 5 ഗ്രാം/സെന്റിമീറ്റർ ക്യൂബ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ആന്തരിക കാമ്പിലെ സാന്ദ്രത എത്രയാണ്? 13 ഗ്രാം/സെന്റിമീറ്റർ ക്യൂബ്. നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ കുറച്ച് വേഗത്തിൽ പോകുന്നത് നമ്മൾ ഇത് മുമ്പ് എടുത്തിട്ട് കൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല വീഡിയോയുടെ ലെങ്തും കൂടും. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ്? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഡിസ്കണ്ടിന്യൂറ്റി അസന്ധതി എന്നാണ് പറയുന്നത്. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ഓർത്തിരുന്നാൽ മതി. 16ാമത്തെ ക്വസ്റ്റ്യൻ, മാന്റിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി ഏതാണ്? ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേരിട്ടുള്ള ഉറവിടങ്ങൾ ഏതെല്ലാം? അവർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഏതെല്ലാമാണ്? ഗർത്തങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഗർത്തങ്ങൾ അല്ലെ കനികൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് കൃത്യമായ ചിത്രം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ ഉറവിടം ഏതാണ്? ഉറവിടം ഏതാണ്? ഭൂകമ്പ തരംഗങ്ങളാണ്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് കൃത്യമായ ചിത്രം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ ഉറവിടം ഏതാണ്? ഭൂകമ്പ തരംഗം. നമുക്ക് പ്രത്യക്ഷവും പരോക്ഷമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ അതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തതായിരുന്നു. നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പിണ്ഡവും സാന്ദ്രതയും അളക്കാൻ സഹായിക്കുന്ന മറ്റ് പരോക്ഷ ഉറവിടങ്ങൾ ഏവ? ഉൽക്കകൾ, ഗുരുത്വാകർഷണ ബലം, കാന്തിക മണ്ഡലം. 20ാമത്തെ ക്വസ്റ്റ്യൻ,
ഭൂമിയുടെ ആകെ വ്യാപ്തിയുടെ എത്ര ശതമാനമാണ് ഭൂവൽക്കം? 1%. അത് മാന്റിൽ 84, കോർ 15%. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീക്ക് ഭാഷയിൽ അസ്തനോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ്? ബലഹീനമായ മേഖല അല്ലെങ്കിൽ വീക്ക് സോൺ എന്നാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, മാന്റിലിന്റെ അപ്പർ മാന്റിലിനും ലോവർ മാന്റിലിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. റിപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, പുറക്കാമ്പ് അവസാനിക്കുന്നത് എത്ര കിലോമീറ്റർ ആഴത്തിലാണ്? 5100 കിലോമീറ്റർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിലെ പാറകളുടെ ശരാശരി സാന്ദ്രത എത്രയാണ്? 2.7 ഗ്രാം/cm³ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയിലെ മർദ്ദവും താപനിലയും സംബന്ധിച്ച് ഉള്ളിലേക്ക് പോകുന്തോറും സംഭവിക്കുന്നത് എന്താണ്? താപനിലയും മർദ്ദവും തുടർച്ചയായി വർദ്ധിക്കുന്നു. 26ാമത്തെ ക്വസ്റ്റ്യൻ, ആന്തരിക കാമ്പും പുറക്കാമ്പും അതായത് ഇന്നർ കോറും ഔട്ടർ കോറും തമ്മിൽ വേർതിരിക്കുന്ന അതിരേതാണ്? ലെയ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും കേന്ദ്രഭാഗത്തെ മർദ്ദം സാന്ദ്രതയെ അതിൽ നിലനിർത്തുന്നത് എങ്ങനെയാണെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്? ഭീമാകാരമായ മർദ്ദം നിമിത്തം ഉയർന്ന താപനിലയിലും ഖരാവസ്ഥയിൽ തന്നെ തുടരുന്നു. ഭൂമിയുടെ ഏറ്റവും കേന്ദ്രഭാഗത്തെ മർദ്ദം സാന്ദ്രതയെ അതിൽ നിലനിർത്തുന്നത് എങ്ങനെയാണെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്? ഭീമാകാരമായ മർദ്ദം നിമിത്തം ഉയർന്ന താപനിലയിലും ഖരാവസ്ഥയിൽ തന്നെ തുടരുന്നു. ഇനി ഭൂവൽക്കം പ്രധാനമായും സിലിക്ക, അലൂമിനിയം എന്നീ ധാതുക്കൾ കൊണ്ട് നിർമ്മിതമായതിനാൽ ഇതിനെ സിയാൻ എന്ന് വിളിക്കുന്നു. ഭൂവണ്ട ഭൂവൽക്കം പ്രധാനമായും സിലിക്ക, അലുമിനിയം. ഭൂവണ്ട ഭൂവൽക്കത്തെ സിയാൻ എന്ന് വിളിക്കുന്നു. സമുദ്ര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് ഭൂവണ്ട ഭൂവൽക്കത്തിലെ ഗ്രാനൈറ്റ് പാറകൾക്ക് സാന്ദ്രത കുറവാണ്. പിന്നെ അതേ കണക്കിന് സമുദ്ര ഭൂവൽക്കത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ബസാൾട്ട് പാറകളാണ് ഇത്. സിലിക്ക, മഗ്നീഷ്യം എന്നറിയപ്പെടുന്ന സമുദ്ര ഭൂവൽക്കം. ഭൂവണ്ട ഭൂവൽക്കം സിയാൻ, സമുദ്ര ഭൂവൽക്കം സിമ. ഇനി അടുത്ത അഗ്നിപർവ്വതം എന്നൊരു പോർഷൻ അതിനകത്തുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. ഉദാഹരണം ഹവായ് പർവ്വതങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞതായിരുന്നു. അഗ്നിപർവ്വതങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാന്ദ്രത കുറഞ്ഞ ബസാൾട്ട് ലാവ പുറന്തള്ളുന്നതിന് ചരിവ് കുറവുള്ള അഗ്നിപർവ്വതങ്ങൾ ഏവ? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതൽ വിസ്കോസിറ്റി ഉള്ള സിലിക്ക അടങ്ങിയ തണുത്ത ലാവയും ചാരവും ചേർന്ന വലിയ അഗ്നിപർവ്വതങ്ങൾ ഏവ? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ സ്ഫോടനത്തിന് ശേഷം വലിയ ഗർത്തങ്ങളായി മാറുന്ന ഏറ്റവും വിനാശകാരിയായ അഗ്നിപർവ്വതങ്ങൾ ഏവ? കാൽഡറ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഡെക്കാൻ ട്രാപ്പ് ഏത് തരത്തിലുള്ള ലാവ ഉത്സർജനം മൂലം ഉണ്ടായതാണ്? ഫ്ലഡ് ബസാൾട്ട് പ്രവിശ്യകൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ നീണ്ടു കിടക്കുന്ന അഗ്നിപർവ്വത ശൃംഖല ഏതാണ്? മിഡ് ഓഷ്യൻ റിഡ്ജ് വോൾക്കാനോസ്. മിഡ് ഓഷ്യൻ റിഡ്ജ് അഗ്നിപർവ്വതങ്ങളാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിക്കടിയിൽ തണുത്തുറയുന്ന മാഗ്മ ഉണ്ടാക്കുന്ന ശിലകളെ വിളിക്കുന്ന പൊതുവായ പേരെന്ത്? പ്ലൂട്ടോണിക് ശിലകൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മാഗ്മ ചേംബറിന്റെ വലിയൊരു ഭാഗം ഭൗമോപരിതലത്തിന് അടിയിൽ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന കൂറ്റൻ ഗോളാകൃതിയിലുള്ള ശിലാപിണ്ഡങ്ങൾ ഏവ? ബത്തോലിത്തുകളാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കൂണിന്റെ ആകൃതിയിൽ ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന അന്തർവേദ ഭൂരൂപം ഏവ? ലക്കോലിത്തുകൾ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ബത്തോലിത്തുകൾ, ലക്കോലിത്തുകളൊക്കെ. പിന്നെ അതല്ലെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ, പാറകളുടെ അടരുകൾക്കിടയിലൂടെ സമാന്തരമായി തണുത്തുറയുന്ന കനം കുറഞ്ഞ പ്ലേറ്റ് പോലുള്ള മാഗ്മ മണ്ഡലങ്ങൾ ഏവ? സിൽസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പാറകളുടെ വിടവുകളിലൂടെ കുത്തനെ തണുത്തുറഞ്ഞുണ്ടാകുന്ന മാഗ്മ സ്വരൂപങ്ങൾ ഏവ? ഡൈക്കുകൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ, തളികയുടെ ആകൃതിയിൽ ഭൂമിക്കടിയിൽ തണുത്തുറയുന്ന ഭൂരൂപങ്ങൾ ഏവ? ലപ്പോലിത്ത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, തരംഗ രൂപത്തിൽ മടക്കുകൾക്കിടയിൽ രൂപപ്പെടുന്ന മാഗ്മ ഭൗമരൂപങ്ങൾ ഏവ? ഫഗോലിത്ത്. അതുപോലെ 14ാമത്തെ ക്വസ്റ്റ്യൻ, അന്തർവേദ ഭൂരൂപങ്ങൾ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്, ബഹിർവേദ ഭൂരൂപങ്ങൾ എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് തമ്മിലുള്ള വ്യത്യാസം എന്ത്?
പിന്നെ അതിൽ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തുവരുന്ന ലാവ ഭൗമോപരിതലത്തിൽ തണുത്തുറഞ്ഞുണ്ടാകുന്ന രൂപങ്ങളാണ്. ഉദാഹരണം ഷീൽഡ്, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ബഹിർവേദ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ഷീൽഡ്, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. അന്തർവേദ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് മാഗ്മ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് ഭൗമവൽക്കത്തിനുള്ളിൽ തന്നെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. ഉദാഹരണം ബത്തോലിത്ത്, ലക്കോലിത്ത്, ഡൈക്ക്. അന്തർവേദ ഭൂരൂപങ്ങളാണ്. ബഹിർവേദ ഭൂരൂപങ്ങൾ, അന്തർവേദ ഭൂരൂപങ്ങൾ എന്ന് വെച്ചാൽ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസും എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസും. ഇത്രയാണ് ക്വസ്റ്റ്യനുകൾ. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഇതിനു മുമ്പുള്ള ചാപ്റ്റർ 1, 2, 3 വീഡിയോസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട്. നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.